ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉരുളൻകിഴങ്ങ് കൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് മീഡിയം വലിപ്പമുള്ള ഒരു ഉരുളൻകിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഉടച്ചെടുക്കാനായിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്കോ എടുക്കാം. അപ്പോൾ വേവിക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കാണ്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതായത് ഞാൻ ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉടച്ചെടുക്കുമ്പോൾ ചെറിയൊരു കട്ടയൊക്കെ ഉണ്ടെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഉരുളൻകിഴങ്ങ് ഞാൻ ഉപ്പിട്ടിട്ടാണ് കേട്ടോ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ മീറ്റ് മസാല 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. എല്ലാം ടീസ്പൂണാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി മാത്രം 2 പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് ഇതിന് വേറെ നിങ്ങൾക്ക് ചിക്കൻ മസാല ഉണ്ടെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ചേരുവകളിലേക്കുള്ള ഉപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉരുളൻകിഴങ്ങിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ ക്യാരറ്റ് വളരെ കുഞ്ഞായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നിങ്ങൾക്ക് മല്ലിയില കയ്യിലില്ല വെച്ചിട്ട് ഉണ്ടാക്കാതിരിക്കേണ്ട. കറിവേപ്പിലയും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു മീഡിയം വലിപ്പമുള്ള ഉരുളൻകിഴങ്ങ് എടുക്കുമ്പോഴാണ് ബാക്കി എല്ലാ ചേരുവകളും പറയുന്നത്. അപ്പം നിങ്ങൾ ഉരുളൻകിഴങ്ങ് ഒരുപാട് വലുതെടുക്കുമ്പോൾ എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കണം. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണ്ടെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം. മൈദ വേണമെങ്കിൽ മൈദയും യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മാവ് വേണമെന്ന് നിങ്ങൾ യൂസ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വളരെ സിമ്പിളുമാണ്. നമ്മുടെ അടുക്കളയിലുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് സ്നാക്കായിട്ട് മാത്രമല്ല, ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മീഡിയം വലിപ്പമുള്ള ഉരുളൻകിഴങ്ങ് എടുക്കുമ്പോഴാണ് 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉരുളൻകിഴങ്ങിൻ്റെ അളവിനനുസരിച്ചിട്ട് എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ മാവും അതുപോലെ ഏത് മാവാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഗോതമ്പ് പൊടിയാണെങ്കിൽ ഗോതമ്പ് പൊടിയും അതേപോലെ കൂട്ടിയെടുക്കുക. എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പും എരിവും ഒക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് ഗോതമ്പ് പൊടി മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. സിമ്പിളായിട്ട് പെട്ടെന്ന് കുഴഞ്ഞു കിട്ടും. അപ്പോൾ കയ്യിൽ കുറച്ച് ഒട്ടിപ്പിടിക്കും. അത് നമ്മൾ ഉരുളൻകിഴങ്ങ് ചേർത്ത ഇതുകൊണ്ടാണ് എന്താ പറയുക കയ്യിൽ കുറച്ച് ഒട്ടുന്നത്. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കയ്യിലൊട്ടുന്നെന്ന് കരുതിയിട്ട് ഗോതമ്പ് പൊടിയുടെ അളവൊന്നും കൂട്ടണ്ട. അപ്പോൾ ഗോതമ്പ് പൊടിയുടെ അളവിൻ്റെ ആ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അതുകൊണ്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടി മീഡിയം വലിപ്പമുള്ള ഒരു ഉരുളൻകിഴങ്ങിലേക്ക് കറക്റ്റ് പാകമാണ് കേട്ടോ. അപ്പോൾ അത് ഈ രീതിയിൽ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. കുഴക്കുമ്പോൾ തന്നെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. കൈ കഴുകിയതിന് ശേഷം അല്പം ഓയിലാക്കിയിട്ട് നമ്മളിത് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ റെഡിയാക്കി എടുത്താൽ മതി. ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ സ്നാക്കായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ്. ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിവിടെ ഞാൻ ഈ രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കഴുകി വന്നതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാൻ വെക്കാം. നിങ്ങൾക്ക് ഇത് വെളിച്ചെണ്ണയിൽ മതിയെങ്കിൽ വെളിച്ചെണ്ണയിലും യൂസ് ചെയ്യാം. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാൻ ഒരല്പം ഓയിൽ അധികം ഒഴിക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് ഓയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 3 സ്പൂണോളം വരുന്ന ഓയിൽ വേണമെങ്കിലും ഇത് വളരെ കുറഞ്ഞ ഓയിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതേ കയ്യിൽ ഒരല്പം ഓയിലൊന്ന് തടയി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ സാധാരണ ഒരു കട്ട്ലേറ്റൊക്കെ തയ്യാറാക്കുന്ന പോലെ ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് കയ്യിൽ വെച്ച് കുറച്ച് എണ്ണ തേച്ചിട്ട് കയ്യിൽ വെച്ച് പരത്തിയിട്ട് കുറച്ച് വലുപ്പത്തിൽ തയ്യാറാക്കണമെങ്കിൽ കനം കുറച്ചിട്ട് വലുപ്പത്തിൽ തയ്യാറാക്കണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും രാവിലെ കഴിക്കാവുന്നതാണ്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കാനും ആരും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും ഓർക്കണം കേട്ടോ. മറന്നു പോകരുത്. വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്നേക്കണേ. ഞാൻ ആദ്യം തന്നെ പറയാൻ മറന്നതാണ് ലൈക്കിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങളിതൊന്ന് ഓർമ്മ വെച്ചിട്ട് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ലൈക്ക് ചോദിക്കുന്നത് കേട്ടോ.
ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് റെഡിയായി വരും, പക്ഷെ ഉള്ളു വേഗാതെ ഉണ്ടാവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കിയാൽ മതി, ലോ ഫ്ലെയിമിലും വെക്കേണ്ട കേട്ടോ. അപ്പോൾ അത് ആദ്യം ഇട്ടത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ഭാഗം ആവുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ എണ്ണയുടെ ചൂട് ഒരുപാട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരല്പം ഒന്ന് കുറച്ച് വെച്ച് എണ്ണയുടെ ചൂടൊന്ന് ക്രമീകരിച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഉരുളൻകിഴങ്ങ് കൊണ്ട് നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ആരെങ്കിലും ഇതുപോലെ റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യണം കേട്ടോ. വിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി സ്വീകരിക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.